അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. 1970-കളിൽ മലയാളിത്തം ഇങ്ങനെയൊക്കെയായിരുന്നു. മുണ്ടും ബ്ലൗസും അണിഞ്ഞ പെൺകുട്ടികൾ ഗ്രാമീണ ഭംഗിയായി മലയാളി മനസ്സിൽ നിറം കടാതെയുണ്ട്. നീലത്താമര എന്ന 70കളിലെ ഹിറ്റ് ചിത്രം അഭ്രപാളികളിൽ ലാൽ ജോസ് വീണ്ടും പകർത്തിയപ്പോൾ ഗ്രാമീണ പെൺകുടിയുടെ ഭാഗം അഭിനയിക്കാൻ കണ്ടെത്തിയത് അതുവരെയും ഈ വേഷവിധാനങ്ങളൊന്നും കണ്ടിട്ടുകൂടിയില്ലാത്ത ഒരു പെൺകുട്ടിയെയാണ്. ദില്ലിയിൽ ജനിച്ചു വളർന്ന അർച്ചന കവി. അംബിക എന്ന നടിയെ മലയാളത്തിന് സുപരിചിതയാക്കിയ കുട്ടിമാളു അർച്ചന കവിയിലൂടെ വീണ്ടും ജനിച്ചപ്പോൾ മലയാളിക്ക് ഒരു പുതിയ നായികയെ കൂടി കിട്ടി. അടുത്തത് ഒരു വേഷപ്പകർച്ച. മോഡേൺ പെൺകുട്ടിയായുള്ള മമ്മി ആൻഡ് മീ ആയിരുന്നു അർച്ചനയുടെ രണ്ടാമത്തെ ചിത്രം. ഇതോടെ ഈ ദില്ലി മലയാളിക്ക് സിനിമാ രംഗത്ത് തിരക്കേറുകയാണ്. ഷൂട്ടിംഗ് തിരക്കുകൾക്കിടയിലും ഓണക്കാലത്ത് അർച്ചന കവി ദില്ലിയിലെ പട്പട്ഗഞ്ചിലുള്ള വീട്ടിലേക്കെത്തി. അച്ഛനും അമ്മയ്ക്കുമൊപ്പം അല്പനേരം. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ദില്ലിക്കാരായി കഴിഞ്ഞ കുടുംബമാണ് അർച്ചന കവിയുടേത്. അച്ഛൻ ജോസ് കവി മാധ്യമപ്രവർത്തകൻ, അമ്മ റോസമ്മ ദില്ലിയിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. സഹോദരൻ നാഗ്പൂരിൽ MBA വിദ്യാർത്ഥി. ഈ സാധാരണ കുടുംബത്തിൽ നിന്നും സിനിമാ മോഹങ്ങൾ ഒന്നുമില്ലാതെ കേരളത്തിൽ BBA വിദ്യാർത്ഥിനിയായി എത്തിയ അർച്ചന കവി നീലത്താമരയിൽ നായികയായത് അപ്രതീക്ഷിതമായാണ്. സിനിമയിലെത്തിയപ്പോൾ ഏറ്റവും വലിയ പിന്തുണ എന്ത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. എൻ്റെ ഫുൾ സ്ട്രെങ്ത് ഇതല്ല ആക്ച്വലി ഫാമിലി. ഞാനൊരു ഫോട്ടോ കാണിക്കാം കുറച്ച് കഴിയുമ്പം. സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കുന്നത് തന്നെ നിൻ്റെ പടം 50 ദിവസം ഓടുന്ന നിൻ്റെ ഫാമിലി തന്നെ കണ്ടാൽ ഓടും. അപ്പോൾ അത്രയും ഹ്യൂജ് ഫാമിലിയാണ്, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. അപ്പം ഇത് പപ്പ, ഞാൻ പിന്നെ മമ്മി, ഇത് എൻ്റെ കസിൻ ബ്രദറാണ്, കസിൻ ബ്രദറിൻ്റെ ഭാര്യ വീണ ചേച്ചി. 2 ചിത്രങ്ങൾ ഹിറ്റായി കഴിഞ്ഞിട്ടും അർച്ചന ഒരു സിനിമാ താരമായെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത 2 പേരുണ്ട്. അർച്ചന കവിയുടെ അച്ഛനും അമ്മയും. ഇത് അർച്ചന കവിയല്ലേ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ മാറ്റം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അർച്ചനയുടെ 2 ചിത്രങ്ങളിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ജോസ് കവിക്കും റോസമ്മയ്ക്കും വ്യത്യസ്ത അഭിപ്രായം. എനിക്ക് കുഞ്ഞുമാളുവാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അകത്ത് മമ്മി ആൻഡ് മീൽ ഏതാണ്ട് ഞാൻ ഇവളോട് സ്ക്രിപ്റ്റ് ഇവള് എനിക്ക് തന്നായിരുന്നു. വരുമ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിൻ്റെ കഥ നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് ചെയ്യിച്ചാണോ? അതുപോലത്തെ ഏതാണ്ട് ഒത്തിരി സാദൃശ്യം ഉണ്ടായിരുന്നു. അത്രമാത്രം അമ്മയും മോളും അടുത്ത് വഴക്കില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ടായിരുന്നു. വളരുന്ന ഒരു അമ്മയുടെ ആകാംക്ഷയും ഇതിനിടയ്ക്ക് ഞാൻ കിടന്ന് നട്ടുന്നിരിക്കുന്ന അതൊക്കെ ഏതാണ്ടൊക്കെ ഒരു വിധം എല്ലാ വീടുകളിലും നടക്കുന്ന ഇവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. ഒരു മോളൊരു വേലക്കാരിയായിട്ട് അപ്പോൾ ഞാൻ ഇരുന്ന് ചിന്തിച്ചത്, ഇപ്പോൾ എൻ്റെ അടുത്തുനിന്ന് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് പോയി കഴിയുമ്പം ഇങ്ങനെ ഓരോ പണികളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഓമനിച്ച് ഒരു പണിയൊന്നും ചെയ്യിക്കാതെ ഇങ്ങനെ വളർത്തി. ഇതായിരിക്കും ഇനി പക്ഷെ വലിയ മാറ്റം കൂട്ടുകാർക്കാണ്. കൂട്ടുകാർ താരമാക്കിയതോടെ പഴയതുപോലെ കുറുമ്പ് കാട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് അർച്ചനയുടെ പരിഭവം. ഇവിടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഞാനൊരു ഫിലിം ആക്ട്രസ് ആണ്. വേറെ ഒന്നുമില്ല, ഞാൻ സ്കൂളിൽ പോകുന്നത് രാവിലെ കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ടമായിരിക്കും. മുടിയൊക്കെ ചെയ്യുകയല്ല, സ്കൂളിൽ ചെന്നിട്ട് ബ്രേക്ക് ടൈമിൽ വല്ലതും ആയിരിക്കും ചെയ്യണേ. അങ്ങനെ നടന്നൊരു കൊച്ച് ഫിലിം ആക്ട്രസ് ആയി എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ നാട്ടിലത്തെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ പുറത്തൊന്നും പോലെ മേക്കപ്പ് ശ്രദ്ധിക്കണം, ഈ കോസ്റ്റ്യൂം ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല. അവർ ഭയങ്കര കോൺഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും. ഞാൻ വെറുതെ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നാൽ അങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെ പോകാൻ പാടില്ല. അവർ എൻ്റെ അച്ഛനും അമ്മയും ആക്ട് ചെയ്യും. ദില്ലിയിൽ ജീൻസും ടീഷർട്ടുമൊക്കെ അണിഞ്ഞു നടന്ന മോഡേൺ പെൺകുട്ടി നീലത്താമരയിലെ നാടൻ പെൺകുട്ടിയായതിനു പിന്നിൽ കുറച്ച് കഷ്ടപ്പാടുകളുടെയും പശുവിന്റെ പാല് കറന്നപ്പോൾ കിട്ടിയ തൊഴികളുടെയുമൊക്കെ കഥ അർച്ചനയ്ക്ക് പറയാനുണ്ട്. സാറ് എന്നോട് പശുവിനെ മാറ്റിക്കെട്ടാൻ മാത്രം പറഞ്ഞുള്ളൂ. ഞാൻ അതിനുവേണ്ടി ഇതിന്ന് പശുവിനെ ഉന്തി തള്ളി അടിച്ച് ഒന്നോ രണ്ടോ കിട്ടി. അല്ല, എനിക്ക് ആ പാല് കറക്കുന്ന ഒരു ഷോട്ട് എടുത്തിരുന്നു സീനിൽ തന്നെ. അതെടുത്തപ്പം ഞാൻ ഭയങ്കര നെർവസ് ആയിട്ട്, ആദ്യമായിട്ട് പശുവിടെ അടുത്ത പോലും ഇത്രയും ക്ലോസ് ആയിട്ട് ഇടപെടുന്നത് തന്നെ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 തൊഴിയും കിട്ടിയപ്പോൾ ലാസ്റ്റ് ഇവൾക്ക് 3-4 കിട്ടണം. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു ടീമാണത്. ഫസ്റ്റ് ഷോട്ട് എന്നെ പശുവിനെ മാറ്റിക്കിട്ടുന്നത് ഞാൻ അത് ജീവിതകാലത്ത് മറക്കില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട്. മഞ്ജു വാര്യരുടെ കടുത്ത ആരാധികയായ അർച്ചനയ്ക്ക് അതുപോലൊരു നടിയാകണമെന്നാണ് ആഗ്രഹം. എല്ലാവരും ഓർത്തിരിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ.
ഇപ്പോൾ തമിഴിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇനി ബോളിവുഡിലേക്കും എത്തണമെന്നുണ്ടെങ്കിലും മലയാള സിനിമയിൽ തന്നെയാണ് ഇപ്പോഴും അർച്ചനയുടെ സ്വപ്നങ്ങൾ. എനിക്കറിയാം എല്ലാവരും പറയാറുണ്ട് ഞാൻ തമിഴിൽ പോവുകയില്ല, അല്ലെങ്കിൽ തമിഴിൽ പോയാൽ മലയാളം മറക്കില്ല എന്നൊക്കെ പറയുന്ന ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഞാൻ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യണം. എനിക്ക് ഒരിക്കലും ആൾക്കാർ ഇനി ഒരു 5 വർഷം കഴിഞ്ഞു ആൾക്കാർ എന്നെ കുഞ്ഞുമാളുടെ പേരിൽ അറിയപ്പെടുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ അത് മാത്രം ആവില്ല, വേറെ അതുപോലത്തെ പവർഫുൾ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഡയറക്ടേഴ്സും ആഗ്രഹിക്കണം. ചുമ്മാ സ്വപ്നം കാണുകയല്ല, കുറച്ച് നൃത്ത പഠനവും ആയോധന കലാപഠനവുമൊക്കെയായി തയ്യാറെടുപ്പുകളും തുടങ്ങുകയായി. ഇവിടെ ഞാൻ സെറ്റിൽ ചെന്നിട്ട് അഹങ്കാരത്തോടെ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ രീതിയിൽ നമ്മളിരിക്കും. പക്ഷേ സിനിമാറ്റിക് ഡാൻസ് പറഞ്ഞ് 1 2 3 4 എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തായിരുന്നു അങ്ങനെ ആയിപ്പോവും. അല്ലെങ്കിൽ 1 2 3 4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ടപ്പേ 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 എന്ന് അടിക്കും. അപ്പം ആ ഒരു പ്രിപ്പറേഷൻ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. ഡാൻസ്, ഫൈറ്റ്. ഫ്യൂച്ചറിൽ ബൈ ചാൻസ് ഒരു ആക്ഷൻ മൂവി കിട്ടിയാൽ നമ്മൾ ഒരിക്കലും പുറകെ നിൽക്കാൻ പാടില്ല. മാർഷൽ ആർട്സ് ഒന്നുമില്ല, ഒരു നോർമലി അടിക്കാനെങ്കിലും പഠിക്കണം. ഇനി അല്പം പേഴ്സണലായി ചോദിക്കാം, പ്രണയം, വിവാഹം എന്തെങ്കിലും മനസ്സിലുണ്ടോ? ചൈൽഡ് മാരേജ് പ്രൊമോട്ട് ചെയ്യുന്നു, അത് തീരെ മോശമാണ്. ഈ വ്യൂവേഴ്സ് എല്ലാവരും ഇങ്ങനെ തല്ലിക്കൊല്ലുക. ഞാൻ ഭയങ്കര ഇമ്മാച്യൂറാണ്. എനിക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് താങ്ങാനുള്ളൊരു മനസ്സൊന്നും എനിക്കില്ല. അപ്പം ഇപ്പോൾ പ്രൊഫഷനാണ്, പ്രൊഫഷനിൽ മുന്നോട്ട്.